ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറയില് നമുക്ക് ഇനി നല്ലൊരു സ്കിറ്റ് കണ്ടാലോ? വേദിയിലേക്ക് എത്തുന്നു ദീപു നാവായിക്കുളം, അഭിലാഷ് മല്ലിശ്ശേരി ആൻഡ് രാജ്മോഹൻ. പുലി മുറുകുന്നത് ഇടി ഇടിക്കുന്നത് പൊടി പറക്കുന്നത് വേട്ടക്കാരന് വയറു വശമാണ് കൊല നടക്കണ് വാഴപ്പണയില് കൊല നടക്കണ്. അയ്യോ, ഈ പൊടികളെല്ലാം കൂടെ തടുത്ത് കളയണമെന്ന് പറഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, എന്റെ കൊച്ചുപോലെന്ന് പറയാണ് കേട്ടാ. 3-ാമത്തെ വയസ്സിൽ അവൻ അമേരിക്കയിൽ കൊണ്ടുപോയാണ് എൻ്റെ അച്ഛനും അമ്മയും കൂടെ. ഇപ്പൊ 35 വയസ്സായി, നമ്മളെ കാണാനായിട്ട് അവൻ ഇങ്ങോട്ട് വരെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ മൊത്തത്തിൽ ഒന്ന് വൃത്തിയാക്കി വെക്കേണ്ട ആ ചെറുക്കന് വേണ്ടിയിട്ട്. അവന് 35 വയസ്സാണെങ്കിലും എനിക്ക് ഇപ്പോഴും 3 വയസ്സാ. അറിയാം, 85 വയസ്സാണ് കളയാൻ പറയുന്നത് കേട്ടില്ലയോ? ഇപ്പോഴും 3 വയസ്സാണ്. എന്റെ വയസ്സിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ കൊച്ചുമോന്റെ കാര്യം പറഞ്ഞു. 35 വയസ്സായി ഈ ചിങ്ങം വരുമ്പോ അവന് 35 വയസ്സായില്ലേ അവൻ. ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയി. ചെറുക്കൻ ഇന്ന് വരുവാന്നല്ലോ. ചായ കുടിക്ക. നിന്റെ അടുത്ത് ഞാൻ ചായ ചോദിച്ചാ ഞാൻ കൊണ്ടുപോടി. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയാ ഈ മനുഷ്യന്റെ കാര്യം. ഒരു ചായ കൊണ്ടുവാ. ഇതെന്തോ ഒരു നോക്കാനാണ് ഈ വകുപ്പിലാണ്. ഞാൻ ചോദിക്കുമ്പോ ചായ തരണം കേട്ടാ. എന്നാ കുടിക്ക. മധുരമില്ലാത്ത ചായ എനിക്ക് എങ്ങനെ നിങ്ങൾക്ക് മധുരം തരുന്നേ? ഷുഗർ കയറി തലയിൽ ഇരിക്കുക, പിന്നെ എങ്ങനെ മധുരം ഇട്ട് തരുന്നേ? ഞാൻ പറഞ്ഞു എനിക്ക് ഷുഗർ ആണെന്ന് ആവശ്യമില്ലാത്ത ഡോക്ടർ ഞാൻ കൊണ്ട് ചെക്ക് ചെയ്തപ്പോ പറഞ്ഞ് എനിക്ക് ഷുഗർ കൂടുതലാണെന്ന്. ചുമ്മാ ആവശ്യമില്ലാത്ത ഡോക്ടറിനെ കിട്ടിയ എന്റെ കയ്യിലോട്ടല്ല നോക്കി. ഷുഗർ ചെക്ക് ചെയ്യാൻ അങ്ങോട്ട് ചെന്നപ്പോ മിഷീൻ വരെ അടിച്ചു പോയി. സത്യമായിട്ട് നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു തീർത്ഥാടനത്തിന് പോയി. ഇയാള് പോയി അമ്പലക്കുളത്തിൽ ഇറങ്ങി കുളിച്ചു കഴിഞ്ഞേ ഇയാള് ഷുഗർ എല്ലാം കൂടെ കലങ്ങി ആ അമ്പലക്കുളത്തിൽ കിടന്ന മീൻ മൊത്തം ചത്തു. നീ അങ്ങനെ നീ എന്നെ കൊച്ചാക്കല്ല്. ഇത് സ്റ്റീല്. കാലൊടിഞ്ഞു ഉറങ്ങി സ്റ്റീലിന്റെ കമ്പി ഇട്ടേക്കുവാ. അതിലായി പറയുന്ന കാലെല്ലാം സ്റ്റീലാണെന്ന്. പിന്നെ നമുക്ക് മധുരയിൽ വരെ ഒന്ന് പോണം. ഷുഗർ പിടിച്ച് അങ്ങ് അറ്റത്ത് കയറിയിരിക്കുന്നതിന് മധുരം തിന്നാ പിന്നെ എന്താണ് നോക്കാനാ ഞങ്ങൾക്ക്? മധുരം തിന്നാൻ പോണ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എന്താ മധുരയിൽ എന്റെ കണ്ണ് ചെറിയ കംപ്ലൈന്റ് അങ്ങോട്ട് പോണം നമുക്ക് മധുരയില്. മധുരയിലോ? ഓ എടി, ഞാൻ നമ്മളെ പറമ്പിൽ പോയി ആറ്റിന്റെ സൈഡിൽ അങ്ങ് അറ്റത്തൊന്ന് രമണി കുളിക്കുന്ന കേട്ടാ. ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ എനിക്ക് ഒന്നും കാണാൻ പറ്റില്ല. അവളെ തോരത്ത് വെള്ളത്തിൽ കൂടെ ഒഴുകി പോയിട്ട് എനിക്ക് രക്ഷിക്കാൻ പറ്റില്ല. നിസ്സഹായനായിട്ട് നോക്കി നിൽക്കാനേ എനിക്ക് കഴിയിട്ടുള്ളൂ. കണ്ണിന് കംപ്ലൈന്റ് ഉണ്ട്. ഈ മനുഷ്യൻ പറയുന്ന കേട്ടോ, ഈ അക്കരെ പാടത്തിനക്കരെ നിൽക്കുന്ന രമണി കുളിക്കുമ്പോ അവിടെ തോർത്തൊഴുകി പോകുന്ന ഇയാര് കണ്ടു. രാവിലെ ഞാനൊരു ഗ്ലാസ് ചായ കൊണ്ട് ഇയാരുടെ മുന്നേ ചെന്ന് ഇന്ന് ഉപയോഗിച്ചാൽ ഇയാൾ എന്നോട് 100 തവണ ചോദിക്കും, നീ ആരാ, നിനക്ക് എന്തിനു വേണമെന്ന്. ആ മനുഷ്യനാ ഈ പറയുന്നത്. നിനക്ക് നമ്മളെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാടി? നിനക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? ഓർമ്മിക്കല്ല മനുഷ്യനെ. ഞാൻ ആദ്യം എവിടെ വെച്ചാണ് കണ്ടത് നിനക്ക് ഓർമ്മ ഉണ്ടാ? എവിടെ വെച്ചാ കണ്ടത്? കൊട്ടയില്. കൊട്ട കിടക്കാൻ നമ്മളെന്തോ തേക്കയാന്ന്? അതല്ല, പിന്നെ സിനിമാ കൊട്ടയിൽ വെച്ചാണ് നിന്നെ ഞാൻ ആദ്യം കാണുന്നത്. ഇയാള് പണ്ട് എന്റെ കുറെ നാള് നടന്നതാ. അത് കടന്നു. അന്ന് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറെ നാള് നടന്നു കഴിഞ്ഞപ്പം ഏത് പെണ്ണിന്റെ മനസ്സിലൊരു ചാഞ്ചാട്ടമൊക്കെ ഉണ്ടാവത്തില്ലേ. ഒരു ദിവസം ഇയാൾ എന്റെ മുന്നേ വന്ന് ഇന്ന് പറയുക, സാക്ഷാൽ ദേവിയാ എന്റെ മുന്നേ വന്നിരിക്കുന്നതെന്ന്. അതിൽ ഞാൻ വീണു. കല്യാണം കഴിഞ്ഞ് 7-ാമത്തെ ദിവസം ഉണ്ടല്ലോ, ഒരു 36 ദേവിമാരാ ഇയാളെ തിരക്കി വീട്ടിൽ വന്നത്. അന്ന് എനിക്ക് മനസ്സിലായി ഇയാളുടെ അറ്റ കൈ പ്രയോഗമായി ദേവി എന്നുള്ളത്. ഓടി പെണ്ണെ, നീ പഴയ കാര്യങ്ങളൊന്നും നീ ഓർമ്മിക്കല്ലേ കേട്ടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിന്നെ കാണുമ്പോ എനിക്ക് അതാ ഓർമ്മ വരണം. എന്തുവാ? നമ്മൾ ആദ്യം നിന്നെ ഞാൻ കണ്ടില്ലായിരുന്ന പ്രേം നസീർ സാറിന്റെ സിനിമാ കൊട്ടയിൽ ഓടുന്ന സമയത്ത് പിക്നിക് എന്ന് പറഞ്ഞ സിനിമ ഓർമ്മ ഉണ്ട്? അന്ന് നിങ്ങൾ കാണിച്ച ടെക്നിക്ക് കൊണ്ടാ ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ഓടി പാടണ്ടെന്ന് പറ. പള്ളി എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ഓടിച്ചെന്ന് പാടണ്ടെന്ന് പറ. വാക്കുകൾ വേണ്ട, വർണ്ണങ്ങൾ വേണ്ട, അനുരാഗ കാവ്യങ്ങൾ എഴുതാം. വാക്കുകൾ വേണ്ട, വർണ്ണങ്ങൾ വേണ്ട, അനുരാഗ കാവ്യങ്ങൾ എഴുതാം. നീ അറിയാത്ത ഭാവത്തിൽ ഒരു നോട്ടമെറിയുമ്പോൾ അതിനുണ്ടൊരായിരം കാമനകൾ. ആരെയും കണ്ടു കഴിഞ്ഞാൽ കൊച്ചുകാരി വരുമല്ലോ. നീ ഒരു കാര്യം, അവന് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വേണ്ടി. 3-ാമത്തെ വയസ്സിൽ നമ്മളെ കളഞ്ഞിട്ട് പോയാണ്. 35 വയസ്സായി ചെറുക്കൻ അവൻ പെഞ്ഞാട്ട് വരും. മക്കള് പോയി എന്തൊക്കെ റെഡിയാക്കി വയ്യേട്ടാ. പെട്ടെന്ന് ആരാ അത്?
മനൂന്ന്. എടിയേ പുരികയില്ലാത്തൊരു ചെറുക്കൻ വന്നിരിക്കണ്. അയ്യോ, പിരികമില്ലാത്തല്ല, കണ്ണാടി വെച്ചോണ്ട് പിരികം മറിഞ്ഞു പോയാണ്. എന്റെ മോൻ ഈ ചുണ്ടും വാക്കും ഒക്കെ ഇങ്ങനെ കിടന്ന് കാണിക്കുവാ. ഞാൻ വിചാരിച്ച് ടൈപ്പ് മെഷീൻ കിടന്ന് അടിക്കു വന്നു. എന്റെ കൊച്ചുമകൻ അപ്പാപ്പ മോനെ. എത്ര നാളായി നക്കല്ലേ നക്കല്ലേ, എന്റെ മൂക്കാണ്, മൂക്കിനകത്ത് നക്കല്ലേ, നക്കല്ലേ നക്കല്ലി. എന്താ കാണിക്കോ മനുഷ്യനെ? ഇതാരാ വന്നാ നോക്കടി. ആരാ ആരാ വന്നാ നോക്ക്. നമ്മുടെ ആംബുലൻസ് ഓടടിക്കുന്നു. കൊച്ചുമോൻ എന്റെ മറ്റു ഭഗവാനെ, എന്റെ മനുക്കുട്ടം വന്ന് ഓടേ. എന്റെ കുഞ്ഞു വന്ന് മനുഷ്യനെ നിങ്ങൾ കണ്ടിട്ട് എന്റെ കുഞ്ഞു വന്നിരിക്കുന്നത്. അയ്യോ, ഞാനല്ലേ ആദ്യം കണ്ടത്. അല്ല, നിങ്ങളാണല്ലോ ആദ്യം കണ്ടത്. ഒരു കോള് വന്ന് ഒരു കോൾ എടുത്തു. ഒന്നര ഊരി പോയി മോനെ. കുഴപ്പമില്ല, മക്കൾ കോൾ എടുത്തോ, ഞാൻ എടുത്ത് വെച്ചോളാം. ഊരിയതൊക്കെ വെക്ക്. അതൊന്നും പറ്റാ ശരിയാവത്തില്ല. കൊച്ചിന്റെ ഏതാണ്ട് കളഞ്ഞു പോയതാ തോന്നുന്നത്. എടുത്ത് വൈകടി അങ്ങോട്ട്. അത് എന്താണ് ഇത്? ഈ അമേരിക്ക എന്നൊക്കെ ഇത് എന്തൊക്കെയാണ് കൊണ്ടുവന്നേക്കുന്നത്? അത് വലിച്ചു ഊരി അങ്ങോട്ട്. പറ മോനെ. സൂട്ടൊക്കെ ഇട്ടതല്ലോ. ഹലോ, don't worry. Safe land. My grandmother, my grandfather. House. Okay. മക്കളെ, ആരാക്കളെ വിളിച്ചത്? കമ്പനിന്ന് വിളിച്ച. എന്റെ കമ്പനിക്കാരും വിളിക്കും 6 മണിയാകുമ്പോ. അയ്യോ, ഇത് ആ കമ്പനി അല്ല, ഞാൻ വർക്ക് ചെയ്യുന്ന എന്റെ കമ്പനിന്ന് വിളിച്ചു. മോൻ അവിടെ എന്തൊരു ജോലിയാണ്? HR. നാരങ്ങയാണോ മാങ്ങയാണോ? എന്ത് അച്ചാർന്ന് പറഞ്ഞു. അച്ചാറെന്നല്ല പറഞ്ഞത്, അവിടുത്തെ കമ്പനിയിൽ ഞാൻ HR ആയിട്ട് വർക്ക്. അതെ. യാത്രയൊക്കെ സുഖമായിരുന്നേക്കളെ. സുഖം. കുഞ്ഞിനെ കണ്ടോ? എത്ര വർഷം മുമ്പ് കണ്ടാ തരച്ചോ? 3ാമത്തെ വയസ്സിൽ കണ്ടാ ഈ കുഞ്ഞ്. സമയത്ത് ബസ്സാ കിട്ടിയ മോനെ. അതെ, അവിടെ ബസ്സില്ല. ബസ്സില്ലാത്ത തകരമോ? അതല്ല, അമേരിക്കയിൽ നിന്ന് ബസ്സിന് നമുക്ക് ഇവിടം വരെ വരാൻ പറ്റില്ല. ഞാൻ ഫ്ലൈറ്റിലാണ് വന്നത്. പിന്നെ അപ്പ അമ്മയൊക്കെ എന്തിയക്കളെ? അപ്പ അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നു. സുഖം. മോനെ തന്നെ വിട്ടതിന്റെ കാര്യം എന്തുവാ? കുഞ്ഞിനെ തന്നെ ഇങ്ങോട്ട് വിട്ടതിന്റെ കാര്യം എന്തുവാ ചോദിച്ചു. പല പിള്ളേർ പിടിച്ചോണ്ട് വായിക്കാൻ. ചോദിക്കണം. ഞാനൊരു കാര്യം പറയാം. എനിക്ക് വയസ്സ് 3 അല്ല, 35 വയസ്സായി ഇപ്പം. അങ്ങനൊന്നുമില്ല. നിനക്ക് 35 വയസ്സായാലും നിനക്ക് ഞങ്ങൾക്ക് മുന്നിൽ 3 വയസ്സാ. അപ്പൊ ബാക്കി 32 വയസ്സ് അമ്മമ്മയുടെ ചെല്ലപ്പെട്ടിലിട്ട് പൂട്ടി വെച്ചേക്കുവാണ്. 35 വയസ്സായ അപ്പൂപ്പ എനിക്ക്. 35 വയസ്സായെങ്കിലും കുമ്പേക്ക് ഇറങ്ങിയല്ലേ. അപ്പൊ നമുക്ക് പിന്നെ മനു കുമ്പാരി എന്ന് വിളിക്കാം. നല്ലത്. മനുവില്ലയോ? കുമ്പാരി എങ്കിൽ കുമ്പാരി. നിങ്ങളുടെ സന്തോഷ് ട്രോഫിയാണ് എന്റെ സന്തോഷ് ട്രോഫി. സന്തോഷമാണ് എന്റെ സന്തോഷം. കുടിക്കാനാ അമ്മച്ചി പാലെടുത്തോട്ടോ? പാല് വേണ്ട, പാല് ഞാൻ കുടിക്കില്ല. I don't know. No. പാല് ഞാൻ കുടിക്കില്ല. പാല് കുടിക്കണം. പാല്. ഓ, ഇത് ചൂടാണ്. വെരി ഹോട്ട്. നോക്കട്ടെ. വെരി ഹോട്ട്. പാല് ഞാൻ കുടിക്കില്ല. അത് ഇല്ല. കുടിക്കാനുള്ള ചൂടേ ഉള്ളൂ. കുടിക്കാനുള്ള ചൂടേ ഉള്ളൂ. നിങ്ങൾ അതിനകത്ത് ഇപ്പൊ പാലല്ല, ജലപീരങ്കിയാണുള്ളത്. അത് വേണ്ട. കൊച്ചിന് കൊടുക്കാനുള്ള നിങ്ങൾ കുടിച്ച് തീർത്തോ? ഒരു കാര്യം പറ. നമുക്ക് ആദ്യം ഒന്ന് റെഡിയാക്കി കുളിച്ച് റെഡിയാക്കി സെറ്റപ്പ് ആക്കി എടുക്കാം. അതെ, ഒന്ന് കുളിക്കണം. തോട്ടി പോകാം. ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കാം. ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കാം. അവന് തോട്ടിൽ നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കണ്ട. ചൂടുവെള്ളത്തിൽ കുളിക്കരുത്. ഞാൻ പറയുന്നതെന്ന് കേക്ക്. തോട്ടി കുളിക്കണ്ട. ഇവന് പനി പിടിക്കും. അതെ, ഇവന്റെ മൂക്കിലും വായിലും ഒക്കെ വെള്ളം കയറത്തില്ല മനുഷ്യനെ. അത് പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ മൂക്കും വായി പൊത്തി പിടിച്ചോളാം. അപ്പൊ സ്നേഹിച്ച് കൊല്ലാനല്ല, തോട്ടി കൊണ്ടുപോയി മൂക്കി കൊല്ലാനാണ് പ്ലാൻ. മക്കളെ കുഞ്ഞ് ഒരു കാര്യം ചെയ്യ്. എന്താ? ഒക്കെ പിന്നെ ചോറിന ചോറ്. അമ്മുമ്മ ഞാന് ചോറ് കഴിക്കില്ല. ഇല്ല, ഞാന് കുക്കുംബർ സ്ലൈസ് ചെയ്ത്, എഗ് സ്ലൈസ് ചെയ്ത്, അതിനകത്ത് ക്യാരറ്റ് സ്ലൈസ് ചെയ്ത്, പിന്നെ പെപ്പർ ഇട്ട് തിന്നും. പേപ്പർ പേപ്പർ തിന്നോന്നല്ല പറഞ്ഞത്. പെപ്പർ ഇട്ടിട്ടാണ് ഞാൻ ഇതൊക്കെ കഴിക്കാറ്. പെപ്പറോ? കുരുമുളക്. നമ്മളെ കുരുമുളക് അത് അമ്മച്ചി പുഴുങ്ങി തരാൻ കുഴപ്പമില്ല. മോനെ കുഞ്ഞ്, നീ വഴക്കുണ്ടാക്കല്ല. ഒരു കാര്യം ഞാൻ പറയാം, ചോറൊക്കെ തിന്ന് നല്ല മുട്ടൻ പയ്യനാവണം. വേണ്ട, വൈകിട്ട് അമ്മച്ചി അമ്പലമാമനെ കാണിച്ച് മടിയിലിരുത്തി ചോറ് കഴിക്കും. അതായത് അമ്പിളിയമ്മാച്ചൻ. അമ്പലമാച്ചൻ
ഓ 3. മക്കളെ, ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. നിനക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാടാ? എല്ലാം ഓർമ്മയുണ്ട്. കൊച്ചിലെ നമ്മളെ ഇവിടുന്ന് കൊണ്ടുപോയി അമ്മ വിളിക്കുന്നു, മമ്മി വിളിക്കുന്നു. ഒരു മിനിറ്റ് പറയുന്നു ഹലോ മമ്മി. ചോദിച്ചു സേഫ് ലാൻഡ് ആയിരുന്നു, സേഫ് ലാൻഡ്. എന്റെ അമ്മോ, സ്നേഹം എന്ന് പറഞ്ഞാൽ എന്ത് സ്നേഹമാണ്. എനിക്ക് 35 വയസ്സുള്ളെങ്കിൽ ഇവര് വിചാരിച്ചിരിക്കുന്നത് എനിക്ക് 3 വയസ്സാണെന്നാണ്. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ കഴിയുമ്പോൾ കാലയിലിരുത്തി എന്നെ അപ്പിയിടിപ്പിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്. അത് ഞാൻ എന്തായാലും വിട്ടുകൊടുക്കില്ല. അതിനുള്ള സാധനമൊക്കെ ഞാൻ കരുതിക്കൊണ്ടാ വന്നത്. സംഖ്യ ഇരിപ്പുണ്ട്, സംഖ്യ. എന്തോ പറയാൻ ഹാപ്പിയാണെന്ന്. ഹാപ്പിയാണ്, അമ്മ ഹാപ്പിയാണ്, അപ്പൻ ഹാപ്പിയാണ്. കുഞ്ഞിന്റെ സന്തോഷമാണ് ഞങ്ങളുടെ എത്ര. എന്റെ സന്തോഷം നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ ഞാൻ നിന്ന് തരുന്നത്. മക്കളെ, സത്യം പറയല്ല, നിന്നെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര വിഷമായി പോടാ. നിന്നെ കുഞ്ഞിലേ പറിച്ചുകൊണ്ട് പോയാലും അത് സാരമില്ല. മോനെ, നിനക്ക് ഓർമ്മയുണ്ടാടാ? എന്താണ്? പണ്ട് നമ്മൾ പൂരത്തിന് പോണ സമയത്ത് ആനയെ കണ്ടപ്പോ നീ പറഞ്ഞ ആനയുടെ മോളിൽ കയറി നിക്കണമെന്ന് പറഞ്ഞപ്പോ ഓർമ്മയുണ്ടാടാ നിനക്ക്? അന്ന് വീട്ടിൽ വന്നിട്ട് ഞാൻ എന്റെ തോളിലാണ് ചിരുത്തി അറിയാം. ഇപ്പോഴും അതുപോലെ ആഗ്രഹം. എന്റെ പൊന്നപ്പൂപ്പ, അന്ന് എനിക്ക് 3 വയസ്സേ ഉള്ളായിരുന്നു. ഇപ്പൊ എനിക്ക് ഭാരം കൂടി. അപ്പൂപ്പന്റെ പുറത്ത് കയറുന്ന ചിലപ്പോ നടുവ് പ്ലിക്കായി പോകും. എന്റെ പൊന്നു മക്കളെ, അപ്പൂപ്പന്റെ ഒരു ആഗ്രഹം ഇല്ലയോടെ അങ്ങ് നടത്തി കൊടുക്കടാ കുഞ്ഞെ. എന്താ പറയണ്ട, നടുവൊക്കെ ഉള്ളിക്ക് ഡിസ്ക്. നോ പ്രോബ്ലം. സ്റ്റീലാണ്, സ്റ്റീല്. ജംഗ്ഷനിലൊക്കെ പോയിട്ട് എന്തിനു വേണോ ഈ അവസ്ഥ? ഈ അവസ്ഥയിൽ ഇത് വേണോ? ചിന്തിടാ പോലെ ഇത് പാമ്പാട് രാജനകതിയിരിക്കും. എന്താ ഞാൻ അപ്പോഴേ പറഞ്ഞ ഞാൻ രാവിലെ പറഞ്ഞ ഈ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോവല്ലേ. സ്റ്റീൽ ചെറുതായിട്ട് മുടിഞ്ഞു പോകുന്ന അംശം ഉണ്ടോ? മക്കളെ, ഞാൻ പറഞ്ഞല്ലേ വേണ്ടെന്ന് അപ്പു. പക്ഷെ നിന്നെ കാണുമ്പോ ഓരോരോ ആഗ്രഹങ്ങൾ നമുക്ക് ഓർമ്മ വരെയാണ്. പണ്ട് ഓർമ്മ ഉണ്ടായി നിനക്ക്? യവനും അമ്മയും കൂടെ നമ്മള് പാളയിൽ വലിച്ചു കാണുമ്പോ അതാണ് ഓർമ്മ പറഞ്ഞത്. മക്കളെടാ, കുറച്ച് നാൾ കഴിഞ്ഞാൽ നമ്മളൊക്കെ അങ്ങ് പോകും. പിന്നെ നമുക്ക് ആരുണ്ടോ ഇതിനൊക്കെ കാണിക്കാൻ വേണ്ടി. അപ്പൊ ഇപ്പൊ പാളയിലേക്ക് കുറവുണ്ട്. പാള എടുത്തോണ്ടോ, ഞാൻ കയറിയിരിക്കാം. വലിച്ചോ, സാരമില്ല. പാവപ്പെട്ട ഞാൻ കയറി ഇരുന്ന് തരാം. എന്താ അമ്മുമ്മ ഇങ്ങനെ മാറ്റിക്കാൻ ഇരുന്ന് തരാം. അയ്യോ, മക്കള് കയറി ഇരിക്കാനല്ല, ഞങ്ങള് കയറി ഇരിക്കാം. മോൻ വലിക്കാം. നമ്മളെ വലിക്കണം മോനെ, കാരണം നിന്റെ അമ്മേനെ നിന്നെ നമ്മൾ വലിച്ചോണ്ട് ഞങ്ങൾ വലിച്ചോണ്ട് നടന്നേ ഇല്ലയോ. അതൊക്കെ വലിക്കണം കേട്ടോ. ഡിസ്ക്ലോസ് എന്ന് പറഞ്ഞ കമ്പനിയിൽ 450 പേര് എന്നെ കാണുമ്പോ ചാടി എഴുന്നേറ്റ് സല്യൂട്ട് അടിക്കും. ബോസേ എന്നും പറഞ്ഞ് ഇവിടെ വന്ന് പാള വിളിക്കുന്നു. സാരമില്ല, എന്തായാലും വലിക്കാം. എന്തൊക്കെ ചെയ്താലാണ് അല്ലേ ഇത്? സന്തോഷമായല്ലോ, എല്ലാരും ഹാപ്പിയായി മോനെ. എന്റെ മോനെ കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ്. അമ്മൂമ്മനെ കാണാൻ വേണ്ടിട്ടാണല്ലോ ഞാൻ ഓടിപ്പടിഞ്ഞു വന്നത്. ഒരു കാര്യം ചെയ്യ്, അവന് അകത്തുകൊണ്ട് ഒന്ന് കുളിപ്പിച്ചു. അയ്യോ, പാരസെറ്റാമോൾ കൊടുക്കണ്ട. പാരസെറ്റാമോൾ ഒന്നും കുഞ്ഞിന് കൊടുക്കണ്ട. ഞാനിവിടെ ഒരമരുന്ന് എടുത്ത് വെച്ചു. ഒരമരുന്ന് കൊടുത്താൽ മതി. കൊടുത്താൽ മതി കുഞ്ഞിന്. ഞാൻ പറയട്ടെ, ഇപ്പൊ അറിയാവുന്ന തുമ്മയാണ്. എനിക്കൊന്ന് ഫ്രഷ് ആവണം. കോപ്പും തോരത്തും വെളിച്ചെണ്ണയൊക്കെ എടുത്ത് കുറേ നിങ്ങൾ ശ്രദ്ധിച്ചാ മതി. ഓക്കെ. എന്താ ചെയ്യ ഇതുപോലെ മറന്നില്ല. സന്തോഷം കണ്ടോ മുഖത്തെ? നീ ഇവിടെ നിൽക്കാതെ പോയി ആ സോപ്പും ഞാനത് പറഞ്ഞു. കുഞ്ഞ് സോപ്പും തോർത്തും എവിടെ വന്നിരിക്കുന്നത്? മക്കളെ, അമ്മച്ചി വരാൻ എടുത്തു തരാം. സോപ്പും തോർത്തും എവിടെ വരുന്നത് എടുത്തു തരാം. ചെറുക്കനെ സഹായിച്ചോടിയെന്ന് കേട്ടാ. എന്റെ കൊച്ചുമോനാ 3-ാമത്തെ വയസ്സിൽ നമ്മളെ നിങ്ങൾക്ക് പറിച്ചെടുത്തുകൊണ്ട് പോയതാ അമേരിക്കയില്. 35-ാമത്തെ വയസ്സിൽ അവിടെ വെച്ച് എന്തോ ആക്സിഡന്റൊക്കെ നടന്ന് എൻ്റെ കുഞ്ഞു പോയെന്ന അവൻ്റെ അച്ഛനും അമ്മയും വിളിച്ചു പറഞ്ഞത്. പക്ഷെ നമ്മളത് വിശ്വസിച്ചിട്ടില്ല. നമുക്കത് വിശ്വസിക്കാനും പറ്റൂല. പക്ഷെ അവൻ ഇവിടെ തന്നെ ഉണ്ട്. നമ്മളെ വിട്ടു പോവാൻ അവന് പറ്റൂല. അങ്ങനെയാ നമ്മുടെ കുഞ്ഞാവൻ. നിങ്ങളും കണ്ടല്ലേ അവനോട് വിടന്ന് നമ്മളോടൊപ്പം ആന കളിച്ചതും തുള്ളി ചാടിയതും. നമുക്ക് സന്തോഷം തരാൻ വരുന്നത് അവൻ. നമ്മളെ വിട്ട് പോകാൻ പറ്റൂല അവന്. നിങ്ങൾ എന്തോ മനുഷ്യനായി പറയുന്നത്? അവൻ്റെ അപ്പനും അമ്മ പറഞ്ഞൊന്നും നമ്മൾ വിശ്വസിച്ചിട്ടില്ല. നമ്മുടെ കുഞ്ഞെങ്ങും പോയിട്ടില്ല. അവൻ നമ്മുടെ കൂടെ തന്നെയുണ്ട്.
പറയാ, സ്കിറ്റിന്റെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഓഡിയൻസിന്റെയും അതുപോലെ തന്നെ എൻ്റെ അടുത്തിരിക്കുന്ന അസീസിക്കയാണ്, ഇക്കയുടെ ഒക്കെ കണ്ണ് നിറഞ്ഞു പോയി സ്കിറ്റാണ്. അപ്പൊ അതുകൊണ്ട് നേരെ കമന്റ്സിലേക്ക് പോവാണ്. അസീസിക്ക, അഭിലാഷ് എന്ത് കരഞ്ഞത്? അങ്ങനെ ആയിപ്പോയി. അല്ല, അഭിലാഷിന്റെ കണ്ണ് നിറയുന്ന ഞാൻ ഇവിടെ നിന്ന് കണ്ടായിരുന്നു. അടിപൊളിയാട്ടാ. കാരണം ഇത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സ് ആയിരുന്നു. പിന്നെ സാധാരണ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ഒരുപാട്, കാരണം എനിക്കറിയാവുന്ന കുറേ ഫാമിലീസ് ഉണ്ട്. കാരണം തിരുവല്ലയിലും കോട്ടയവും ചങ്ങനാശ്ശേരിയിലൊക്കെ നമുക്കറിയാവുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട്. കാരണം അവിടെ എൻ്റെ കുറേ സുഹൃത്തുക്കളുടെയൊക്കെ അമ്മയും അച്ഛനും ഇപ്പോഴും തനിച്ച വലിയ വീടുകളിൽ, ഭയങ്കര കാറും ഭയങ്കര ബംഗ്ലാവ് പോലത്തെ വീടുകൾ, ഇഷ്ടംപോലെ ആൾക്കാർ താമസിക്കുന്നത്. അപ്പം ഞങ്ങളുടെ സുഹൃത്തുക്കൾ നാട്ടിൽ വരുമ്പോഴാണ് ഇത് എൻ്റെ അമ്മച്ചി, എൻ്റെ അപ്പ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരുപാട് പേരുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കാറുണ്ട്, കാരണം അവരിങ്ങനെയൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്. കാരണം എനിക്ക് ഭയങ്കര ഫീലായിട്ടുണ്ട്. കാരണം ഞാൻ വീട്ടിൽ പോകുമ്പോൾ തന്നെ എനിക്ക് നല്ല പ്രശ്നങ്ങൾ വെച്ച് തരാറുണ്ട് ആ അമ്മച്ചി. അപ്പോൾ ഒരുപാട് ഫീൽ ചെയ്ത്. കാരണം രണ്ടാമത് ഇങ്ങനെ കൊണ്ടുവന്നു. അമ്മയും അച്ഛനും വിദേശത്താണ്. 3-ാമത്തെ വയസ്സിൽ പോയാണ്. 32-ാമത്തെ വർഷം ശേഷമാണ് ചെറുമോനെ നാട്ടിൽ പറഞ്ഞു വിടുന്നത്. പക്ഷേ നിങ്ങൾ ലാസ്റ്റ് കൊണ്ടുവന്നിട്ട് കാണിച്ച ആ ഒരു ഫീലും രണ്ടാമത് ആ ക്ലൈമാക്സിൻ്റെ സാധനം, ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. സീരിയസ്ലി ഇത്രയും ചിരിച്ചിട്ട് വന്നിട്ട് ലാസ്റ്റ് ഞാനും ഭയങ്കര ഫീലായിപ്പോയി. അഭിലാഷിൻ്റെ കണ്ണ് നിറയുന്ന ഞാൻ ഇവിടെ നിന്ന് കണ്ടു. ഭയങ്കരമായിട്ട് അഭിലാഷ് ഭയങ്കരമായിട്ട് ആക്ട് ചെയ്തു ആ സമയത്ത്. അപ്പം ഞാൻ മനസ്സിലാക്കിയെന്ന് പറയുമ്പോൾ നമുക്ക് ഫീല് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളൊരു സീന് അഭിനയിച്ചാൽ നമ്മളിവിടെയുള്ള നമ്മളെ ഐറ്റം വേറെ ആർട്ടിസ്റ്റുകളൊക്കെ ഗംഭീര പ്രകടനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. സത്യം പറഞ്ഞു, ഗംഭീര ആർട്ടിസ്റ്റുകളാണ് നിങ്ങൾ. സത്യം ആ ക്ലൈമാക്സിൽ ദീപ് പറഞ്ഞ ആ സാധനം ഉണ്ടല്ലോ, ദീപ് ഗംഭീരമായിട്ട് ചെയ്തേട്ടോ. ഭയങ്കര രസമാണ്, അടിപൊളിയായിട്ട് ചെയ്തു. എനിക്ക് ഭയങ്കര ഫീലായി. ടോട്ടാലിറ്റി സ്കിറ്റ് അടിപൊളിയായിരുന്നു, ഭയങ്കര രസമുണ്ടായിരുന്നു. ഹ്യൂമറും അതിൻ്റെ ക്ലൈമാക്സൊക്കെ ഭയങ്കര ഗംഭീരമായിരുന്നു, അടിപൊളി. ഇതുപോലെ അച്ഛനെയും അമ്മയും ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്ന, നമ്മൾ വിദേശത്തൊക്കെ താമസിക്കുന്ന അവരെ കുറ്റപ്പെട്ട കാര്യമില്ല, പക്ഷെ അവരെ കൊണ്ടുപോകാം. ഇത് ആ വിദേശത്ത് താമസിക്കുന്ന എല്ലാവർക്കും ഈ സ്കിറ്റ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും, ഉറപ്പായിട്ട് ഫീൽ ചെയ്യും. അടിപൊളി, നിങ്ങൾ നന്നായിട്ട് ചെയ്തു. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു ബിജുകുട്ടൻ ചേട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. അത് സത്യം പറഞ്ഞാൽ എന്താണ്, ഒരു 3-ാം പക്കം സിനിമ എനിക്ക് അതാണ് തോന്നിയത് കേട്ടാ. എനിക്ക് ആ ലാസ്റ്റ് ആ സോങ് കൊണ്ടുവന്നിട്ടപ്പോൾ പൂർത്തിയായി. അതിനകത്ത് ആർട്ടിസ്റ്റുകൾ എന്താ അത് പറയാൻ പറ്റില്ല നമുക്ക്. കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും ചിലപ്പോൾ ജെൻസി പിള്ളേരൊന്നും കണ്ടിട്ടുണ്ടാവില്ല എന്നും. അതൊരു സിനിമയാണ്, അതേപോലെ തന്നെ ഇരുന്നിട്ട്. കാരണം ഈ ഓഡിയൻസിനെ നോക്ക്, കണ്ണ് നിറയാത്തവരില്ല ശരിക്കും പറഞ്ഞാൽ. അവരെ ചോദിച്ചോ, നിങ്ങൾ കണ്ണ് നിറഞ്ഞില്ലേ അല്ലേ? എന്താ കൈയടി കാണുമ്പോൾ അറിയാം. അച്ഛനമ്മ മക്കള് അപ്പൂപ്പൻ കൊച്ചുമക്കൾ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അച്ഛനും അമ്മനേലും കൂടുതൽ കൊച്ചുമക്കളെ സ്നേഹിക്കുന്ന അപ്പൂപ്പനും അമ്മൂമ്മയാണ്. പെട്ടെന്ന് അങ്ങനെ ഇപ്പോൾ സ്വപ്നം വന്ന് എഴുതിയപ്പോ നമുക്കങ്ങോട്ട് കണക്ഷൻ വന്നിട്ട് അങ്ങോട്ട് നമ്മൾ വിമ്മിപ്പോയി ശരിക്കും പറഞ്ഞാൽ. അത് സ്വപ്നമായിരുന്നെന്ന് നിങ്ങളത് പറഞ്ഞപ്പോൾ ശരിക്കും സിനിമയിലൊക്കെ കാണിക്കണ പോലെ തന്നെ അത് ഭയങ്കര ഒരു സാഡായിപ്പോയി. ഭയങ്കര എനിക്ക് ഇത്രയും വിഷമിച്ചിട്ട് ദീപു അത് പറഞ്ഞപ്പോൾ ആ ഒരു ഡയലോഗിൻ്റെ കനമൊക്കെ ഉണ്ടല്ലോ, അത് നമുക്കങ്ങ് മനസ്സിലായി. വീണ്ടും നമ്മുടെ അഭിലാഷ് കൂടെ വന്നപ്പോൾ ഈ രാജുമോൻ്റെ പോക്കും എല്ലാം കൂടി സഡൻലി ആയിപ്പോയി സാധനമേ. നമ്മൾ ഇവൻ തിരിച്ചു വരും, ഈ ആൾ ഇനിയും തിരിച്ചു വന്നിട്ട് ഇവിടുത്തെ മുണ്ട കൊടുത്തിട്ട് വരുമെന്നൊക്കെ ആയിരുന്നു നമ്മുടെ പ്രതീക്ഷ. പക്ഷെ ആ സമയത്താണ് കറക്റ്റ് ടൈമിൽ കൊണ്ട് നിങ്ങൾ ട്വിസ്റ്റ് അടിച്ചുകൊണ്ടെന്ന്. അതിൻ്റെ ഡയലോഗും പഞ്ചും അതൊക്കെ ദീപു അസാധ്യമായിട്ട് ദീപു ചെയ്തിട്ടാ അവസാനം. അത് പറയാൻ പറ്റില്ല, ഭയങ്കര രസമുണ്ട്. ഫോട്ടോ ആണെങ്കിലും ഫോട്ടോ നമ്മളെപ്പോഴും പറയും നല്ലൊരു പഞ്ചിൽ അടിച്ച് നിർത്തണം. ഇതും പഞ്ച് തന്നെ ഉണ്ടായി, ഇത് വേറെ ലെവലൊരു പഞ്ച് തന്നെയാണ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ബിജുകുട്ടൻ ചേട്ടാ. ആ ചേട്ടാ. ദീപു, നിങ്ങൾ 3 പേരും ചിരിപ്പിച്ച് കരയിപ്പിച്ച് കളഞ്ഞു. കാരണം ഈ ഹ്യൂമർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ഹ്യൂമർ അങ്ങനെ കത്തിക്കേറി നിൽക്കുന്ന സമയത്ത് ചെറുതായിട്ട് എവിടെയെങ്കിലും ഒരു ചെറിയൊരു സെൻറ്റി വന്നാൽ അറിയാതെ നമ്മുടെ കണ്ണ് നിറയും. അതൊരു സൈക്കോളജിയാണ്. കുറച്ച് മതി, പെട്ടെന്ന് ഫീൽ ചെയ്യും, ഭയങ്കര ഫീലായിരിക്കും അത്. അങ്ങനെ ഫീല് വരുത്തണമെങ്കിൽ അത് മികവുള്ള കലാകാരന്മാർക്കേ പറ്റുള്ളൂ. നിങ്ങൾ അത്ര മിടുമിടുക്കരായിട്ടുള്ള ആൾക്കാരായതുകൊണ്ടാണ് ആ ചെറിയ സമയം കൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസിൻ്റെ കണ്ണ് നനയിപ്പിച്ചത്. നല്ലൊരു ത്രെഡാണ്, ഒരു ബ്രില്യൻ തോട്ടാണിത് ഈ സ്ക്രിപ്റ്റ്. കാരണം ഇതിനകത്ത് അത്യാവശ്യം നല്ല കൗണ്ടറുകളും തമാശകളുണ്ട്, ഒപ്പം തന്നെ ഒരു നല്ലൊരു ആശയമുണ്ട്. കേരളം തന്നെ ഇപ്പം ഇങ്ങനത്തെ ഒരു വീടായി മാറിക്കൊണ്ടിരിക്കുക, പ്രായമായവർ മാത്രമുള്ള ഒരു നാടായി മാറിക്കൊണ്ടിരിക്കുക. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി വിദേശങ്ങളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതൊരു വലിയ ചിന്തിപ്പിക്കേണ്ട, അല്ലെങ്കിൽ ഒരുപാട് ആലോചിക്കേണ്ട, എത്ര ചിന്തിച്ചാലും എത്ര പറഞ്ഞാലും തീരാത്തൊരു വിഷയമാണ്.
ആ വിഷയമാണ് നിങ്ങൾ ചെറിയ സമയം കൊണ്ട് ഒരു സ്കിറ്റ് രൂപത്തിൽ അവതരിപ്പിച്ചത്. രാജുമോനെ, ആ ചെറിയ സമയത്ത് നിങ്ങൾ പൊളിച്ചടിക്ക് കളഞ്ഞു. താങ്ക് യു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജീവനുള്ള പോലെ അഭിനയിച്ച് ഭയങ്കര രസമായിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ചെയ്ത് അത്ര ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ആ മിസ്സിങ് ഇവർ അഭിനയിച്ച് ഫലിപ്പിക്കേണ്ടി വന്നു. മനസ്സിലായോ? കാരണം അവർ റിയലായിട്ട് നിൽക്കുകയാണ്, അവർ ആ ഫീല് കൊടുത്തിട്ട്. ഇതിനിടയിൽ ഇടയ്ക്ക് നമുക്ക് തന്നെ തോന്നിപ്പോൾ എന്തിനാണ് അമേരിക്കയിൽ നിന്നൊക്കെ വന്ന ആൾ ഈ പാളയൊക്കെ വലിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ആനപ്പുറത്തൊക്കെ കയറേണ്ട എന്താണെന്നൊക്കെ തോന്നി. പക്ഷേ ഇതിൻ്റെ എൻഡിൽ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതിനകത്ത് ഇങ്ങനെ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത് ബ്രില്യൻ്റാന്ന് പറഞ്ഞത്. 3 പേരും ഗംഭീരമായി, നല്ല സ്കിറ്റായിരുന്നു, നല്ല ഒരു ഫീൽ ഗുഡ് സ്കിറ്റായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. ഒരു കാര്യമാണ് പറഞ്ഞിട്ടെ, ഇതിപ്പോഴും കേരളത്തിൽ നടക്കണ ഒരു സംഭവം അറിഞ്ഞിരുന്ന അച്ഛനും അമ്മയും ഒരു മകൻ മരിച്ചിട്ട് ഇപ്പോഴും രാത്രി 12 മണിയാകുമ്പോൾ ആ മകൻ വരണം കാത്ത് അച്ഛനും അമ്മയും ഇരിക്കും, മകൻ വരും, സംസാരിക്കും. ശ്രീകണ്ഠ സാറിന്റെ ഷോയിൽ വന്നിരുന്നു അച്ഛനും അമ്മയും. ഇപ്പോഴും ഉണ്ട് അത്. എൻ്റെ മോനെ അടക്കിയാക്കണത് ഫുൾ ശരീരം പാക്കായിട്ട് അങ്ങനെ തന്നെ മരുന്നിലൊക്കെ ഇട്ടിട്ട് അടക്കിയിരിക്കുക വീട്ടിൽ, അമ്പലമൊക്കെ വെച്ചിട്ട്. അച്ഛനും അമ്മയും രാത്രിയാകുമ്പോൾ ഒരു ബൾബ് കത്തും എന്ന് പറഞ്ഞാൽ അതിനൊരു ലൈറ്റ് ഉണ്ട്, ഒരു ബ്ലൂ ലൈറ്റ്. ആ ലൈറ്റ് കത്തും, പകലും കത്തും അത്. അവർ അച്ഛനും അമ്മയും മക്കളായിട്ട് സംസാരിക്കും. ഒറിജിനലി സ്ഥലം കേരളത്തിലാണ്, ആ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് ഒന്നും കൂടി കണക്ഷൻ ആവും ഇത്. അതുപോലെ തന്നെ ചേട്ടാ, നമ്മളെ ശരത്ത് വാത്തിക്കുളം, ശരത്തും ഒക്കെ നമ്മൾ ഒരുമിച്ച് തുടങ്ങിയതാ പ്രോഗ്രാം. ശരത്ത് മരിച്ച് അമേരിക്കയിൽ വെച്ചിട്ടാണ്. ശരിക്കും അതെ അത് ശരിക്കും അതൊക്കെ നമ്മുടെ മനസ്സിലോട്ട് വന്ന് ശരത്തിനെയൊക്കെ ഒരു സമയത്ത് നമ്മൾ ഓർത്തുപോയി. ആരും ഇല്ലാതെ അവിടെ ഒറ്റയ്ക്ക് ആ ഒരു അവസ്ഥ, ഭയങ്കര അവസ്ഥ. അത് നമ്മൾ സ്ഥിരം വിളിക്കുന്ന വന്നിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യണം, നമുക്ക് ഒരുമിച്ച് ഷോ ചെയ്യണം എന്നൊക്കെ പറയുന്ന നമ്മൾ അത്രയും വലിയ സുഹൃത്തായിരുന്നു. ആ കുട്ടിയും കോലിലും അഭിനയിച്ചിട്ടുള്ള അന്ന് ശരത്തിനാണ് ആദ്യമായിട്ട് സിനിമയിൽ അവസരം കിട്ടുന്നത് നമ്മളെ കൂട്ടത്തിൽ. അല്ലെ അസീസ് വേറൊരു കാര്യം പറഞ്ഞില്ലേ, അവിടെ പോയി പണിയെടുക്കുന്ന മക്കള് എല്ലാവരും അവർ നല്ലതിന് വേണ്ടി പോയി പണിയെടുക്കണേണ്, അവിടെ സെറ്റിലാവണേയാണ്. പക്ഷെ ഇവിടെ അവരെ മാത്രം കാണാൻ വേണ്ടി മരിക്കുന്നത് വരെ പെടഞ്ഞ് ജീവിക്കുന്ന അച്ഛനും അമ്മ ഉണ്ടാവില്ല, അപ്പൂപ്പനും ആരുണ്ടാവും. അവര് ഒരുപാടുണ്ട്. തീർച്ചയായിട്ടും. അങ്ങനെ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ പിരിഞ്ഞു നിൽക്കുന്ന അച്ഛനമ്മമാർക്കും അപ്പൂപ്പനും അമ്മമാർക്കും നമുക്ക് ഈ ഒരു സ്കിറ്റ് ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ ദേവ് ചേട്ടാ? ശരി, അത് പറഞ്ഞുകൊണ്ട് നമുക്ക് മാർക്സിലേക്ക് നേരെ കടക്കാം. അസീസിക്ക? ഞാൻ 16,000. ഞാനും 16. അപ്പൊ 32,000 രൂപയായിട്ടുണ്ട് ഇപ്പോഴത്തെ ടോട്ടൽ. ബിജുകുട്ടൻ ചേട്ടൻ റിവീൽ ചെയ്യും ചേട്ടാ. സിൽവർ പഞ്ചടിച്ചിരിക്കുകയാണ് ഈ അത്യുഗ്രൻ സ്കിറ്റ്. അയ്യോ, അടിപൊളി ചേട്ടാ, കൺഗ്രാറ്റുലേഷൻസ്. അവർക്കും ഒരു ഇമോഷണൽ മൊമെന്റ് തന്നെയാണ്. രാജുമോനെ, ഗ്ലാസ് വീഴുന്നതാണോ അതോ തൊട്ട് തൊഴുതപ്പോൾ? അല്ല, വേറൊന്നുമല്ല. ഞങ്ങൾ ഈ സ്കിറ്റിന് ചിലപ്പോൾ ഞാനും അജയൻ ചേട്ടന് 25 കൊടുത്താൽ നിങ്ങൾ വേറെ രീതി ചിന്തിക്കും. ഞങ്ങൾ അങ്ങനെ തന്നതാണ്. പക്ഷേ ഈ പൈസ എന്ന് ആരെന്നറിയാമോ? ഫ്ലവേഴ്സാണ്. സത്യസന്ധമായിട്ട് പറയാം, ഇത് അവരുടെ ഒരു പരിപാടിയാണ്. കാരണം നമ്മളിവിടെ ഇരിക്കുന്നതല്ലല്ലോ, അവർ അവിടെ എഡിറ്റിംഗ് ടേബിളിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് എല്ലാവരും ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് നന്നായിട്ടറിയാം. നമ്മൾ അങ്ങനെയാണ് നമ്മൾ 3 പേര് ഇവിടെ ഇരിക്കുന്നത്. അത്രമാത്രം വാല്യൂ ഉള്ള ഒരു സ്കിറ്റാണ്, ഉഗ്ര സ്കിറ്റാണ്. ചില സംഭവങ്ങൾ നമുക്ക് പറയാം മൂല്യം ഒന്നും പറയത്തില്ല, ആ മൂല്യം ഇതിനകത്തുണ്ട്. ഇതിൽ നിങ്ങൾ കൗണ്ടർ അടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഈ ക്ലൈമാക്സ് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് സിൽവർ തന്നെ അടിക്കാൻ സാധ്യതയുള്ള സ്കിറ്റായിരുന്നു. ഗംഭീര സ്കിറ്റാണ്, ഒരു രക്ഷയില്ല. അതാണ് ഞാൻ പലപ്പോഴും ഇപ്പോഴും കുറച്ച് മുമ്പ് നമ്മൾ ഗ്യാപ്പിനിടയിൽ ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ ഈ ക്ലൈമാക്സ് നിങ്ങൾ മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങൾ അഭിനയിക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും കൊടുക്കുക. കാരണം അത് ആരെങ്കിലും കാണും, സിനിമാക്കാരോ ആരെങ്കിലും കാണും. പക്ഷെ നിങ്ങൾ ഗംഭീരമായിട്ട് ദീപു ഉഗ്ര ആർട്ടിസ്റ്റാണെന്നറിയാം, അടിപൊളി ആർട്ടിസ്റ്റാണ്. ദീപു അറിയാലോ, നമ്മൾ ഫഹദ് ഫാസിലിൻ്റെ കൂടെയൊക്കെ ഗംഭീര ക്യാരക്ടർ ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. പൊളി, ഭയങ്കര മനസ്സോട് തട്ടി പറയാണ്. ഉഗ്ര സ്കിറ്റായിരുന്നു, അടിപൊളി. ചേട്ടാ, നല്ലൊരു സ്കിറ്റ് ചെയ്ത് ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം തൊട്ട് സിൽവർ പഞ്ചടിച്ച് നിൽക്കുകയാണ്. എന്താ തോന്നുന്നത്? ആദ്യം നമ്മുടെ ഗ്രൂമേഴ്സിനോടാണ് നന്ദി പറയാനുള്ളത്. അവർ നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തു. അതുപോലെ പിന്നെ രാജമോഹൻ പുള്ളിക്ക് പനിയാതിരിക്കുക. രാജമോഹനോട് ചെയ്തിട്ടുണ്ട്, അണ്ണൻ്റെ കൂടെ ഞാൻ ചെയ്തിട്ടില്ല, അഭിലാഷിനോട് ഞാൻ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. എന്തായാലും ടീം സന്തോഷം. അടിപൊളി. അഭിലാഷ് ചേട്ടാ? വലിയ സന്തോഷം. ഈ പറഞ്ഞ പോലെ ദീപുവിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന തന്നെ നമുക്ക് വലിയ കാര്യമാണല്ലോ. ഈ ദീപു ആണ് ഇതിൻ്റെ കണ്ടന്റ് പറഞ്ഞതും. വേറൊരു റൂട്ടിലോട്ടായിരുന്നു നമ്മൾ ഈ സ്കിറ്റ് പ്ലാൻ ചെയ്തത്. അതായത് വെലങ്ങപ്പരുവത്തിൽ മോനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയിട്ട് അന്ന് ഇവർക്ക് പേരിടാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ അമ്മയുടെ മടിയിരുത്തി പേരിടാൻ പറ്റിയില്ല. അപ്പോൾ ഈ ആചാരങ്ങളൊക്കെ വെച്ച് ഇനി ഇവൻ വരുന്ന പറഞ്ഞാൽ ഇവൻ്റെ പേരിടണം, അങ്ങനെയുള്ളൊരു രീതിയിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ദീപുവിന് ഇന്നലെ സ്കിറ്റ് ഉള്ളതുകൊണ്ട് പിന്നെ ഞാനും രാജുവിനും തന്നെ ആയിപ്പോയി.
അപ്പോൾ ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ച് ദീപു ഇങ്ങനെ വന്നപ്പം ഇങ്ങനൊരു ത്രെഡ് പറഞ്ഞു. അപ്പം ക്ലൈമാക്സ് നമുക്ക് ഇതാക്കാം എന്നും പറഞ്ഞ് അങ്ങനെ ദീപു തന്നെയാണ് ഇതിന്റെ ക്ലൈമാക്സ്. കുറച്ച് മുമ്പ് ദീപു പറഞ്ഞല്ലോ ശരത്തിന്റെ കാര്യം. അത് ഭയങ്കര, കാരണം നമുക്ക് ഒരിക്കലും അവനെ മറക്കാൻ പറ്റില്ല ശരത്ത്. കാരണം നമ്മൾ ട്രൂപ്പിൽ ഒരുമിച്ചുണ്ടായിരുന്നു, അതുപോലെ ഈ ചാനലിൽ പരിപാടിയിൽ, പിന്നെ ഡെയിലി വിളിക്കും, നമ്മൾ സംസാരിക്കും. ഇപ്പോഴും അളിയാന്ന് വിളിച്ചിട്ട് നമ്മളെ സംസാരിക്കും. പെട്ടെന്ന് നമ്മൾ മരണത്തിന് മുമ്പ് ഒരാഴ്ച മുമ്പ് എന്നെ വിളിച്ചിട്ടെണ്ണ എന്തെങ്കിലും ഒരു അവസരം, ഞാൻ പറഞ്ഞു നീ ധൈര്യമായിട്ട് വാ, എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ദൈവം പറഞ്ഞ കാര്യമില്ല. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞ സ്കിറ്റ് കയറിയത്. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലാണ് സത്യം പറഞ്ഞത്. എന്തായാലും ദൈവത്തിന്റെ അനുഗ്രഹം. ഞങ്ങൾ ഹൃദയമുള്ളവരാണ് ബ്രോ. അതൊരു ദൈവഭാഗ്യം. ഞങ്ങൾ വെറും ജഡ്ജിമാരാണെന്ന് എഴുതിയ. ഓക്കെ, രാജ്മോഹൻ ചേട്ടാ പനിയാണല്ലേ? എനിക്ക് ചെറിയ പനിയുണ്ട്. അത് അമേരിക്കയിൽ വന്നുകൊണ്ടായിരിക്കും. എന്തായാലും ഒരുപാട് സന്തോഷം. ഈ അഭിലാഷ് ചേട്ടൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു പ്രൈസിലേക്ക് വൃത്തിയുള്ളൊരു സ്കിറ്റാണെന്നറിയായിരുന്നു, പക്ഷെ ഒരു പഞ്ചിലേക്ക് പോകുന്നത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് ഞങ്ങൾ റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഈ പറയുന്ന പോലെ ആ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ എന്തോ ഒരു സാഡ് വരുന്നുണ്ടായിരുന്നു. അത് ഇത് സ്കിറ്റ് കഴിഞ്ഞപ്പം ഇവിടെ വേറൊരു ഫീലായിപ്പോയി. ഐറ്റം വേറെയുടെ ക്ലൈമാക്സ് നമ്മൾ അടിച്ചു നിർത്തി കഴിയുമ്പോൾ ഒരു നല്ല സ്കിറ്റുകൾക്ക് ഒരു വേറൊരു മൂഡാണല്ലോ. അപ്പോൾ മൊത്തത്തിൽ ആ മൂഡായിപ്പോൾ നമ്മളും ആ ഒരു അവസ്ഥയിലാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. അടിപൊളി. ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് നല്ല സ്കിറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. വൺസ് അഗൈൻ സിൽവർ പഞ്ച് അടിച്ചതിന് കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയുടെ വേദിയിൽ അടുത്ത സ്കിറ്റുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു നമ്മുടെ സ്വന്തം രജു ചേട്ടൻ, ഷൈജു പുന്നപ്ര, ഒപ്പം മാളു ഗുരുവായൂർ. ആളെ മയക്കണ കുപ്പി, ആളെ കറക്കണ കുപ്പി, ബന്ധു നടന്നാലും കുപ്പി, ആ ബന്ധു നടന്നാലും കുപ്പി. എടാ ഇവൻ ഇത് ഇവിടുന്ന് പോയില്ലേ? എടാ ചന്ദ്രടാ, എടാ വീട്ടിൽ പോടാ നീ. വീട്ടിൽ പോടാ നീ. നിന്നോടല്ലേ പറഞ്ഞ വീട്ടിൽ പോടാ. അങ്ങനെ ചന്ദ്രനെ ആരും വീട്ടിൽ പറഞ്ഞു വിടാൻ നോക്കണ്ട. ചന്ദ്രന് കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിയതും കൊണ്ട് വീട്ടിൽ പോകുന്ന ആളല്ല ചന്ദ്രൻ. കിട്ടിയത് തിരിച്ചു കൊടുത്ത് പലിശ സഹിതം തിരിച്ചു കൊടുത്തേ ചന്ദ്രൻ പോവുള്ളൂ. ഇതും പറഞ്ഞ് നീ ഇവിടെ നിന്നാണ് പലിശയും പലിശയും കൂട്ടുപലിശയും ചേർത്ത് നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അറിയോ? ചന്ദ്രന്റെ അടുത്ത് ഒറ്റത്തിൽ സംസാരിക്കരുത്. ചന്ദ്രൻ അത് ഇഷ്ടമല്ല, മനസ്സിലായ? പൊന്നെ എടാ, നിന്നെ അടിച്ചപ്പോ അതിനകത്തുണ്ടെന്ന് ഉറപ്പാണ്. എന്നാ പിന്നെ അകത്ത് കയറി അവനെ അടിച്ചൂടെ? അതാണ് നീയും ഞാനും തമ്മിലുള്ള വ്യത്യാസം. നിനക്കത് ബാർ, പക്ഷെ എനിക്കത് എന്റെ ആരാധനാലയോ. അറിയോ? അഥവാ ചന്ദ്രൻ അതിൻ്റെ അകത്ത് കയറി എന്തെങ്കിലൊക്കെ ഒന്ന് നഷ്ടപ്പെടുകയോ ഒരു കുപ്പി എങ്ങാനും താഴെ വീണ് പൊട്ടുവാണെങ്കിൽ എന്റെ ചങ്കുരുകത്തില്ലേ, ഒന്ന് മനസ്സിലാക്കണം. അത് മാത്രമല്ല, ചന്ദ്രൻ അതിൻ്റെ അകത്ത് കയറി വെള്ളം അടിക്കാൻ പോകുന്നത് മനസമാധാനത്തിനാ, അടിയടിക്കാനല്ല. അഥവാ അതിൻ്റെ അകത്ത് എന്നെ അടിക്കുന്നവൻ ഇവിടെ ഇറങ്ങി വന്നാൽ അവൻ ഞാൻ ഇവിടെ ഇട്ട് കീറും, ഇവിടെ ഇട്ട് ഞാൻ പൊട്ടിക്കുവാനെ, മനസ്സിലായണം. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിന്നെ അടിച്ചവനെ കണ്ടാൽ നിനക്ക് തിരിച്ചറിയാൻ പറ്റും? അത് തിരിച്ചറിയാൻ പറ്റും. അതെന്തുവാ? അത് അവൻ്റെ അകത്ത് അവന്റെ മീശക്കകത്ത് ഇവിടെ ഇരിക്കുന്ന ടച്ചക്സിന്റെ മിച്ചർ ഇരിപ്പുണ്ട്. എന്റെ പൊന്നെ ചന്ദ്ര, നിന്നെ ഞാൻ പേഴ്സണലായിട്ട് അറിയാവുന്നതുകൊണ്ട് പറയാണ്, ഈ ടച്ചിൻസിന്റെ അടയാളമായിട്ട് നീ അകത്തോട്ട് കയറി ചെന്നാൽ വല്ല പിച്ചാത്തിപ്പിടി വെച്ച് കെട്ടിക്കഴിഞ്ഞാലേ നിന്റെ പിള്ളേരാണ് അനാഥമായി പോകുന്നത്. പിള്ളേരാണ് ആരാധനായി തീരുന്നത്. പ്രൊഡ്യൂസർക്ക് ഇല്ലാത്ത വിഷമം പ്രൊഡക്ഷൻ കൺട്രോളർക്ക് വേണ്ട. ഞാൻ നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നത് കേട്ടാ. ആ സ്നേഹം എന്താന്നൊക്കെ എനിക്ക് അറിയാം കേട്ടാ. എന്താണ് ഒരുമാതിരി കുത്തി സംസാരിക്കുന്നത്? ഇവിടെ ഉണ്ട്, എന്റെ പെണ്ണുപിള്ളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അവള് വരും. അവള് വന്നാൽ നിന്നെ പൊക്കി എടുത്തോണ്ട് പോക്കോളൂ കേട്ടാ. ഒരു അവസരം കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു നീ അല്ലേ എന്റെ പെണ്ണുമ്പിള്ളെ വിളിക്കാൻ? അയ്യോ സോറി, നിന്റെ കാമുകിനെ, പഴയ കാമുകിനെ വിളിക്കാൻ അല്ലേടാ ചേട്ടാ. നീ അപ്പൊ ഒരു അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നില്ലേടി ഇവന്റെ വിളിക്ക് വേണ്ടിട്ട്. തോന്നിവാസം പറയത് ചന്ദ്രേട്ടാ, നിനക്ക് തോന്നിവാസം കാണിക്കാം. കഷ്ടാണ്. ആ കല്യാണത്തിന് ആദ്യ രാത്രി എന്നോട് നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തുറന്ന് പറയോ, ഞാൻ ആ സെൽസിൽ എടുക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് ചോദിച്ചില്ലേ നിനക്ക് ആരോടെങ്കിലും സ്നേഹം ഉണ്ടോന്ന്? ഞാൻ അതാന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞതല്ലേ ഈ കുമാരേട്ടനോട് സ്നേഹം ഉണ്ടെന്നുള്ളത്. നിങ്ങളെ കുത്തി 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 എന്നെ വേദനിപ്പിക്കാനാണെങ്കിൽ സാധാരണ പെണ്ണുങ്ങൾ പറഞ്ഞ പോലെ എന്റെ പൊന്നു ചേട്ടാ ഞാനൊരു ചെക്കന്റെ മുഖത്ത് പോലും നോക്കിയിട്ടില്ലെന്നുള്ള ഡയലോഗ് ഞാൻ പറഞ്ഞേനെ. മനുഷ്യ, നമ്മളെ പിള്ളേരാണേ സത്യം. നമ്മളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ കുമാരേട്ടനായിട്ട് ഞാനൊരു ബന്ധമില്ല. അല്ലേ കുമാരേട്ടാ? നമ്മളെ വിളി കേട്ടാ, മറ്റേ ശ്രീകൃഷ്ണ പറയുന്ന ലക്ഷ്യ പോലെ. ഒന്നുകൂടെ കുമാരേട്ടാന്ന് വിളിച്ചേ. കുമാരേട്ടാ
ലോജിക്ക് കറക്റ്റ് ആയത്. അതെ, നീ എന്നെ എന്താ വിളിക്കുന്നത്? ചന്ദ്രേട്ടാന്ന്. അവനെ വിളിക്കുന്നത് കുമാരേട്ടാന്ന്. അങ്ങനെ ഒരു നാട്ടിൽ 2 ചേട്ടന്മാര് വേണ്ട. മനസ്സിലായ? കുമാരേട്ട ചേട്ടനെ കട്ട് ചെയ്തിട്ട് കുമാരാന്ന് വിളിക്കടി. ചേട്ടാ, പ്രായത്തിന് മീതുള്ള ആളെ എങ്ങനെയാ പേര് വിളിക്കുക? ഏതൊക്കെ വിളിക്കുന്നുണ്ടോ? വിളിക്കടി. കുമാരാ. അയ്യോ, അതങ്ങ് പുരാണമായി. ബാലയാട്ടിസാണോ ഇവിടെ? അറിയാൻ പറ്റില്ല. നീ എന്നെ ബാലക്കാരിയാണോ? കുമാരാന്ന് വിളിക്കടി. കുമാരാ. ഓക്കെ, ഇപ്പൊ കറക്റ്റ്. വീട്ടിൽ പോവാ. എന്നെ തല്ലിയവൻ ഈ ബാറിനകത്തിരുന്ന് കുടിക്കുന്നുണ്ട്. ഞാൻ അവനിറങ്ങി, നമുക്കൊന്നെ അടിച്ച് ഇവിടെ വെട്ടി കീറിയിട്ട് നമുക്ക് വീട്ടിൽ പോവാം. ചേട്ടാ വേണ ചേട്ടാ, ഞാൻ ഇന്ന് പൊന്നു സുഹാസിനി, എങ്ങനെയെങ്കിലും അവനെ വിളിച്ചോണ്ടെന്ന് പോ. അകത്തേതോ കൊട്ടേഷൻ ടീമിൽ നിന്ന് മദ്യവെത്തിക്കുക, അവനെ കൈ കെട്ടിക്കാൻ വെട്ടി പൊളിക്കളയും. എങ്ങനെയെങ്കിലും ഒന്ന് നീ എന്തെങ്കിലും പറഞ്ഞ അവനെ ഒന്ന് വിളിച്ചോണ്ട് പോ. ചന്ദ്രേട്ടാ, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച ഞങ്ങൾക്ക് ആരാ ഉള്ളത്? നമ്മളെ പിള്ളേര് പ്രോഗ്രസ് കാർഡിൽ ആരും ഒപ്പിടും. അത് നീ ഒപ്പിട്ടാ പോരെ? ഒപ്പിട്ടാ പോരെ? അല്ല, എന്റെ ഒപ്പ് ഷൂണ, എനിക്കത് ചമ്മല. ആ ചമ്മല്. അവനെ കൊണ്ടാ എനിക്ക് നാണക്കേടി. എത്ര നേരം അവൻ അടിച്ച് പിറ്റ ഇവിടെ കിടക്കുവാന്ന് അറിയാമായിരുന്ന? തുണിയില്ല, മണിയില്ല. അവസാനം ഞാൻ ഒരു മുണ്ടുകൊണ്ട് പുറപ്പിച്ച ആരാണ്ടൊക്കെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നതൊക്കെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും നയത്തി പറഞ്ഞ് നീ അവനെ ഇവിടുന്ന് കൊണ്ടുപോ. എന്താ പറയാ ചേട്ടാ? ചന്ദ്രേട്ടാ, ഇങ്ങോട്ട് വാ. നിങ്ങൾ വീട്ടിക്ക് നേരത്തെ വരും വിചാരിച്ചത്. ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ, നല്ല കോട്ടംപുളി ഇട്ടിട്ടുള്ള അയിലക്കറി, നല്ല കോവയ്ക്ക് ഉപ്പേരി, ആ ബീഫ് ഇങ്ങനെ വരട്ടിയത്, പിന്നെ നല്ല ഉണ്ട ചമ്മന്തി, പിന്നെ മത്തി പറ്റിച്ചത്. മത്തിയെ പറ്റിക്കുന്നില്ല, എന്നെ പറ്റിക്കാൻ നോക്കാണോ? അല്ലല്ല, അങ്ങനെയാണ് എന്റെ മോളൊരു കാര്യം ചെയ്യും. വീട്ടിൽ ചെന്ന് ഒരു പാർസൽ എടുത്തുകൊണ്ട് പോവാ. നമുക്ക് ഇവിടെ നിന്ന് കഴിക്കുകയും ചെയ്യാം, എന്നെ തല്ലി ആളെ കണ്ടുപിടിക്കുകയും ചെയ്യാം. നമുക്ക് എനിക്ക് എന്താ വേണ്ടെന്ന് അറിയാം. നിങ്ങൾക്ക് ബാറി കയറി നടിക്കാം, അപ്പൊ എനിക്ക് ബാറി നടിച്ചൂടെ? ചന്ദ്രന്റെ ഭാര്യ 24 മണിക്കൂറും ബാറിലാണ് എന്നുള്ളത് നാട്ടുകാരൊക്കെ പറയട്ടെ. എന്നിട്ട് ചന്ദ്രന്റെ നാടുകേട് വരട്ടെ. ഞാൻ നിന്റെ കാല് പിടിക്കാം. അങ്ങനെ പറയുന്ന കബലിയെന്ന് ഓർക്കണ്ട. നിനക്കിത് നേരത്തെ ചെയ്യാമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ പുറത്ത് കൊടുക്കുന്ന ഷെയർ എനിക്ക് വീട്ടിൽ ഇട്ടാൽ മതിയായിരുന്നു. അത് മാത്രല്ലടി, നീ ഇത് നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പൊ ബാറുകാരി നമ്മുടെ പ്രിയദർശിനി ബസ്സിൽ പെണ്ണുങ്ങളെ ഫ്രീ ആയിട്ട് കയറ്റി വിടുന്നില്ലേ? നീ അടക്കമുള്ള പെണ്ണുങ്ങൾ ഇത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ബാറുകാരി നമുക്ക് ഫുള്ള് ഫ്രീ ആയിട്ട് തന്നെ. അത് നമുക്ക് ഒരുമിച്ച് അടിക്കായിരുന്നു. നീ എല്ലാം നഷ്ടമാക്കി കളഞ്ഞു. സാരമില്ല, നീ ഒരു കാര്യം ചെയ്യ്, അവിടെ ചെന്നൊരു ഫുൾ എടുത്ത് വെക്ക്. എന്നിട്ട് 2 സോഡയും ഒരു ടച്ചിങ്ങും മേടിച്ച് നോക്ക്. ഞാൻ ഇപ്പൊ അവനെ നോക്കിയിട്ട് വരാം. നന്നാവില്ല, നിങ്ങൾ ഒരു കാലത്ത് നന്നാവില്ല. ഞാൻ പോവാ. നീ പോകരുത്. നീ പോയി കഴിഞ്ഞാൽ പോലീസ് വരെ അവനെ അറസ്റ്റ് ചെയ്യൂ. 2 ദിവസത്തേക്ക് അവധിയാ, ജാമ്യം പോലും കിട്ടത്തില്ല. സുഹാസിനി, നീ ഇപ്പൊ ഇവിടുന്ന് പോകരുത്. അവനെ കൊണ്ടുപോകണം. നീ പോകരുത്. അവള് പോകാതിരിക്കട്ടെ, നിന്റെ ആവശ്യമായി മാറിയല്ലോടാ. നീ എന്ത് പറയുന്നത്? കാണിക്കുന്നത് സംഭവം എന്തോ? ഇപ്പൊ അങ്ങനെയല്ലേ? ഇപ്പൊ എന്റെ നേരെ കുറ്റമായില്ലേ? എനിക്കിത് വേണോടാ. വേറെ വഴിയുണ്ട്. എന്തീ കാണിക്കുന്ന എല്ലാവരും ഇങ്ങനെ വഴക്കുണ്ടാക്കണേ? എന്താ ചന്ദ്രൻ അടിച്ചോണ്ട് മിണ്ടാണ്ടിക്ക്. നിങ്ങളിങ്ങനെ കള്ളു ഓടിച്ചിട്ട് എന്റെ അച്ഛന് വയ്യാണ്ട് എടുക്കുമ്പോ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് നിങ്ങളൊന്ന് കൊണ്ടുപോയാ. എനിക്ക് അത് അന്ന് തോന്നിയത് എന്താണെന്നറിയോ? ഈ കട്ടപ്പുറത്തിരിക്കുന്ന ഓട്ടോയ്ക്ക് എന്തിനാടി എഞ്ചിൻ ഓയിൽ ആലോചിച്ചു പോയി. അച്ഛന്റെ കാര്യം പോട്ടെ. എന്റെ അമ്മേനെ ആ ലാബിൽ കൊണ്ടുപോയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ. നിങ്ങൾ ചെയ്താ? ഇവളുടെ അമ്മയുടെ കാര്യം, ഇവളുടെ അമ്മയെ കൊണ്ട് ടെസ്റ്റ് കളിപ്പിച്ചാ പോരാ, അവരെ കൊണ്ട് 20 കളിപ്പിക്കണം. അത്ര കൊണ്ട് അവളുടെ അഹങ്കാരം. ഇനി സുഹാസിനെ പ്രതീക്ഷിക്കണ്ട. നിങ്ങൾ ജീവിതത്തിൽ സുഹാസിനെ പ്രതീക്ഷിക്കണ്ട. ഞാൻ പോവാ. എവിടെ പോയി? ഏതെങ്കിലും നരകത്തേക്ക്. നരകത്തിലൂടെ നിന്റെ അച്ഛനെ ഞാൻ തിരക്കെന്ന് പറഞ്ഞു. നീ എനിക്ക് പറ്റി അറിയല്ല. ഞാൻ എന്നെ തല്ലിയൊന്ന് നോക്കട്ടെ. നീ ഇവിടെ നിന്തോ, ഞാൻ അവനെ സുഹാസിനി ഇഞ്ഞു വന്നേ. ഇത് പിടിച്ചേ. ഇത് മോരും വളർത്തി ചുക്കും കഷായം ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളക് എല്ലാം ഇട്ടുള്ള മിശ്രിതമാണ്. ഇത് അവനെ കൊണ്ട് കുടിപ്പിക്കണം. കുടിപ്പിച്ച് 1 മണിക്കൂർ കഴിഞ്ഞാൽ അവൻ നോർമലാകും. അല്ല, ഇത് കുടിച്ചെന്തേലും പറ്റുമോ? ഒന്നും പറ്റത്തില്ല. 1 മണിക്കൂർ കഴിഞ്ഞാൽ നോർമലാകും. കുടിക്കോ? എന്തെങ്കിലും പറയും. നീ ഒന്ന് കുടിപ്പിക്ക്. ഈശ്വര, എന്തു പറയാനാ? ചന്ദ്രേട്ടാ,
ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈങ്കിളി എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പം പാടടി വെള്ളം കോരിക്കുളിപ്പിച്ച് കിണരി ചോമനിച്ചയ്യ ചൊല്ലിനാവേ. കൊള്ളാം. സ്വന്തം ഭർത്താവിന് ഭാര്യയും മുൻകാമുകനും കൂടി വിഷം തന്നു കൊന്നു. ഇതായിരിക്കും നാളെ പത്രത്തിൽ വരുന്ന മെയിൻ ന്യൂസ്. അയ്യോ നിന്നാണ് സത്യം. അതിനകത്ത് കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി അത്ര ഉള്ളൂ. സത്യം. അമ്മയാണ് സത്യം. ഉറങ്ങാ. അയ്യോ സമാധാനമായി. അയ്യോ ഇതൊക്കെ എന്തു പണി? സംഭവം എന്റെ ചേട്ടൻ ഞാൻ എവിടെ വിളിക്കാൻ പോയാലേ നമുക്ക് കൈപിടിക്കും. അതാ ശീലം. അങ്ങനെ സുഹാസിനി, എന്തോ പണ്ട് നിന്റെ വീട്ടുകാർ നിർബന്ധിച്ചപ്പോൾ ആ കല്യാണത്തിന് സമ്മതിക്കാതെ സ്നേഹിച്ച കാമുകനെ കെട്ടണമെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? തോന്നില്ല. തോന്നില്ലേ? ഇല്ല. അങ്ങനെ തോന്നണ്ട. ഈ സിറ്റുവേഷൻ അങ്ങനെ തോന്നണ്ടാണ്. അതുകൊണ്ടാ കുമാര, കല്യാണത്തിന് മുമ്പ് ഞാനും നിങ്ങളും തമ്മിൽ പ്രണയത്തിലായിരുന്നു ഉള്ള കാര്യം സത്യമാണ്. പക്ഷെ കെട്ടിക്കഴിഞ്ഞപ്പോ തന്നെ ഞാൻ നിങ്ങളായിട്ടുള്ള ആ ബുക്ക് കണ്ട് അടച്ചു വെച്ചു. അതങ്ങനെ തന്നെ ഇരിക്കും. ബ്രേക്ക് എടുക്കണുണ്ടല്ലോ, ഇങ്ങനെ ഇച്ചിരി കള്ളു കുടിക്കെങ്കിലുണ്ടല്ലോ, എന്നെ എന്റെ മക്കള് പൊന്നു പോലെ നോക്കും. എന്റെ പിള്ളേരെ അച്ഛനാണത്, അറിയോ? പാവം മനുഷ്യ. കാത്തിരുന്ന് കാത്തിരുന്ന് പുഴമേലിഞ്ഞു കടവൊഴിഞ്ഞു കാലവും കടന്നു പോയി വേനലിൽ ദലങ്ങൾ പോൽ വളകളൂർന്നു പോയി. എന്താ ഇവിടെന്നോ മിണ്ടി പോരുത്. വീട്ടിൽ ചെന്ന് പറയാം. സോറി തിരിച്ചിരി ഫിറ്റായി പോയി. എന്നോട്ടോ വിശേഷം? സുഖം. പിള്ളേർക്ക് എവിടെ? പിള്ളേരൊക്കെ വീട്ടില് ആണല്ലേ? സുഖമായിട്ടിരിക്കുന്നില്ലല്ലേ? ഞാനിങ്ങനെ ഫിറ്റായി പോയേ. എന്നാ സംഭവം? എന്നാ സംഭവം? എടാ, നമ്മുടെ വീടിന്റെ അയൽക്കൂടെ പോണ AVJ ബസ്സാ പോയത്. ആണോ? നമ്മളറിയുന്നത് എത്ര പേരുണ്ടാവും? നമ്മൾ രാവിലെ തന്നെ ഈ ബാറിന് മുമ്പിൽ നിന്ന് നാട്ടുകാരുണ്ടോ? നാണക്കേടല്ലേ കാര്യകുമാരാ. ഞാൻ രണ്ടര അടിക്കുന്നുള്ളൂ എന്നും പറഞ്ഞ നാട്ടുകാരെ മൊത്തം അറിയിക്കേണ്ട കാര്യമുണ്ടോ നമുക്ക്? എന്നാലും എന്റെ ചന്ദ്ര, സാധാരണയായിട്ട് കള്ളു കുടിച്ചു കഴിയുമ്പോൾ ഭർത്താക്കന്മാരോട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുന്ന ഭാര്യമാരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഭർത്താവിന് ഇത്രയേറെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയെ കാണാൻ പറ്റിയതിൽ സന്തോഷം. ഇനി നമുക്ക് നേരെ കമന്റ്സിലേക്ക് പോവാം. നമുക്ക് ആദ്യം അജയേട്ടനോട് ചോദിക്കാം. കിടിലൻ സ്കിറ്റായിരുന്നു. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം 2-3 സ്കിറ്റുകൾ കണ്ടപ്പോൾ നിങ്ങൾ എടുത്തുകൊണ്ട് വരുന്ന ത്രെഡുകളെല്ലാം ഗംഭീരമാണ്. വളരെ എന്താ പറയുന്നത്, വളരെ കാഴ്ചയ്ക്ക് ഭയങ്കര പുതുമയുള്ള സംഗതികളുമായിട്ടാണ് വരുന്നത്. പക്ഷേ അതിനകത്ത് കുറേയൊക്കെ കൗണ്ടറുകളുടെ കുറവ് നമുക്ക് തോന്നിയിരുന്നു. നിങ്ങളോട് നിർദ്ദേശങ്ങളൊക്കെ തന്നു, പക്ഷെ നിങ്ങളത് കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് കുറേ കൗണ്ടറുകളും അതുപോലെ തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് എടുത്ത് പുതുമയോടുകൂടി അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആശയങ്ങളുള്ള ഒരു സ്കിറ്റ് എന്ന് പറയാം. കാരണം ഭാര്യ ഭർത്തൃ ബന്ധം ഒന്ന്, 2 പേരുടെ തമ്മിലുള്ള ആ ഒരു ജീവിതത്തിൻ്റെ ഒരു സംഭവം പറയുന്നതും ഒപ്പം തന്നെ മദ്യപാനത്തിൻ്റെ ദൂഷ്യ വശങ്ങളെക്കുറിച്ച് പറയുന്നതും അതുപോലെ കുറേ കാര്യങ്ങൾ ചെറിയ സമയം കൊണ്ട് നിങ്ങൾ വളരെ ടച്ചിങ് ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. പിന്നെ പ്രകടനത്തെക്കുറിച്ച് ആദ്യം തൊട്ടേ നിങ്ങളുടെ ടീമിനെക്കുറിച്ച് പറയുന്ന എല്ലാം, കാരണം നിങ്ങൾ ഏത് ക്യാരക്ടർ വന്നാലും നിങ്ങൾ അഭിനയിക്കുകയല്ല, ജീവിക്കുക എല്ലാവരും. മാളു ആണെങ്കിലും റജു ആണെങ്കിലും നല്ല പ്രകടനമാണ്. നിങ്ങൾ 3 പേരും നല്ല കോമ്പിനേഷനാണ്. പിന്നെ എനിക്ക് പ്രത്യേകം ഒന്ന് അഭിനന്ദിക്കണം ഷൈജുവിനെ. കാരണം കുടിയൻ സംഭവങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ ആ ഒരു റൂട്ടുണ്ടല്ലോ, ആ ഒരു സ്റ്റൈലും രീതികളും ഒക്കെ അതിനൊരു പ്രത്യേക ക്യൂട്ട്നെസ് ഉണ്ട്. അതും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ആ വേഷം. നിങ്ങൾ 3 പേർക്കും അഭിനന്ദനം. താങ്ക് യു ചേട്ടാ. അസീസിക്ക, റിജു, മാളു, ഷൈജു, ഭയങ്കര രസമായിരുന്നു ആ സ്കിറ്റ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഞാൻ പറയട്ടെ, എനിക്ക് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ക്ലൈമാക്സാണ്.
ഒരുപാട് നമ്മൾ കേട്ട ന്യൂസുകളാണ്. കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ കുഞ്ഞിനെ എടുത്ത് കളഞ്ഞിട്ട് കാമുകൻ്റെ കൂടെ ഓടി പോവുക, ഭർത്താവിനെ ചതിച്ചിട്ട് ഭാര്യ വേറൊരുത്തിന് പോവുക. ഇപ്പം തന്നെ നമ്മളൊരു ന്യൂസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്, അറിയാലോ, ബസ് കണ്ടക്ടർ അല്ലേ, ഒരുപാട് കേട്ടിട്ടുണ്ട്. ഭയങ്കര സങ്കടകരമായ ഒരു വാർത്തയാണ്. അപ്പോൾ എന്നിട്ട് പോലും ലാസ്റ്റ് ഷൈജു സ്ഥിരം കൊണ്ടു കിടക്കണം ഭർത്താവിനെ. ഭർത്താവ് വെള്ളം അടിക്കുമെന്ന് അറിയാം, എന്നാലും ഭർത്താവിനെ തേടി പോകുന്നൊരു ഭാര്യ. ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ എന്നറിയാമോ, മക്കളെ സ്കൂളിൽ വിളിച്ചിട്ട് തിരിച്ചു വരുന്ന, അതായത് സ്കൂൾ ഒരു ബാഗ് കൊണ്ടുവന്നപ്പം മക്കൾ അവിടെ ഉണ്ട്, എന്നാലും ഭർത്താവിനെ വിളിക്കാം എന്നുള്ള രീതിയിൽ വരുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ അങ്ങനെയല്ല, അത് പില്ലോ, തലയണയും ബെഡ്ഷീറ്റും ഇതുമായിട്ട് ഭർത്താവിനെ പൊന്നുപോലെ കാത്ത്, ഭർത്താവ് മദ്യപിച്ചാലും പ്രശ്നം ഉണ്ടാക്കിയാലും, കാരണം പറഞ്ഞു എന്നെയും എൻ്റെ മക്കളെയും പൊന്നുപോലെ നോക്കുന്ന എൻ്റെ ഭർത്താവാണ്. ഉഗ്രൻ ക്ലൈമാക്സ്, ഗംഭീര ക്ലൈമാക്സ്, ഭയങ്കര രസകരമായിട്ടുള്ള ക്ലൈമാക്സും തന്ന് ചിരിയിലുപരി നമ്മളെ മനസ്സ്, നമ്മളെ കുളിർമ തരുന്ന, അല്ലെങ്കിൽ നമ്മളെ കണ്ണ് നനപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ക്ലൈമാക്സ് തന്നു. ഇങ്ങനെയും വേണം ക്ലൈമാക്സ്, അല്ലാതെ ഈ നമ്മൾ ഐറ്റം വേറെ എന്ന് വിചാരിച്ച് എപ്പോഴും ഒരു ചിരിയിൽ ഒരു ക്ലൈമാക്സ് നിർത്തുക എന്നൊന്നുമല്ല. നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ മറ്റേ കോമഡി രൂപേണ കാണിച്ച് ജനങ്ങളെ കാണിക്കുമ്പോഴാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ഹ്യൂമറിലൂടെ എന്ത് ചെയ്താലും അത് ചില ആൾക്കാരുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് കൊള്ളും. ഈ ക്ലൈമാക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഷൈജുവിൻ്റെ പ്രകടനം, കാരണം ഷൈജു, വെള്ളമടിച്ച ഷൈജു രണ്ടാമത് ബോധം വന്നതിന് ശേഷം ആ സെക്യൂരിറ്റിയോടെ കാണിക്കുന്ന, അതായത് പഴയ കാമുകനാണെന്നുള്ള കാര്യമേ മറന്നുപോയി. വളരെ മനോഹരമായിരുന്നു. മാളു നല്ല അടിപൊളി ഭാര്യ, റിജു, എല്ലാ ഫാമിലിക്കും ഇരുന്ന് നമ്മുടെ രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ ഇരുന്ന് മനോഹരമായിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു മനോഹരമായ ഒരു സ്കിറ്റാണ്. നല്ല രസമുണ്ടായിരുന്നു. അടിപൊളി. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു ബിജുകുട്ടൻ ചേട്ടാ. ഒരു ഹാർട്ട് ടച്ചിങ് ഉള്ളൊരു സ്കിറ്റായിരുന്നത്. നമ്മൾ സാധാരണ ഞാനൊക്കെ എന്ത് ചെറിയത് കിട്ടി കഴിഞ്ഞാൽ എനിക്ക് ചിരിക്കാതിരിക്കാൻ പറ്റില്ല, അങ്ങനെ ചിരിക്കും. പക്ഷേ ഇവിടെ ഇരുന്നിട്ട് നിങ്ങളെ കണ്ണെടുക്കാൻ പറ്റിയില്ല എനിക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോയില്ല. മറ്റേത് കൗണ്ടർ കേട്ടാലും നമുക്ക് ചിരിക്കാൻ പറ്റും. ഇത് നിങ്ങളുടെ 3 പേരുടെ മുഖത്ത് നോക്കിയിട്ട് നമുക്ക് ഇങ്ങനെ എന്താണ് ഭയങ്കര ആകാംക്ഷയോട് ഇങ്ങനെ കണ്ണ് ചിമ്മിക്കാതെ ഇങ്ങനെ ഇരിക്കാൻ തോന്നി ഇങ്ങനെ നിങ്ങളുടെ പ്രകടനം കണ്ടിട്ട്. നല്ല സ്കിറ്റായിരുന്നു, മനോഹരമായിട്ടുള്ള സ്കിറ്റ്. ഒരുപാട് മെസ്സേജ് ഉണ്ട് ഇതിനകത്ത്. റജുന് എടുത്ത് പറയണം കേട്ടോ. കാര്യം ചില ബാറുകളിലും ചില ജ്വല്ലറികളിലും ചില ടെക്സ്റ്റൈൽസിലൊക്കെ എല്ലാവരും കരുതിയാക്കണ ഈ നമ്മുടെ ഈ സെക്യൂരിറ്റി ആളുകളൊക്കെ നമ്മൾ ഇടിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്ന്. എല്ലാവരും എന്ത് പാവമാണെന്ന് അറിയാമോ? അറിയാലോ, എനിക്കറിയാം. ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്ന ആളല്ലേ, ഞാൻ ബാറിലെ കണ്ടിട്ടുണ്ട്. ഇന്ന ബാറിലാണ് ഏറ്റവും പാവം കോട്ടയത്ത്. അല്ല, അത് ഞാൻ ഒരുപാട് കണ്ട. അല്ല, എല്ലാവരും 90% ആളുകളും ശരിക്കും പറഞ്ഞ പാവങ്ങളാണ്. ഇവരൊന്നും ഇടിക്കാൻ നിൽക്കുന്ന ആൾക്കാരൊന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം റജുവിൻ്റെ ഭാഗത്തുനിന്ന് വലിയ കോമഡികൾ ഉണ്ടായിട്ടില്ല, പക്ഷെ ലൈഫ് ഉണ്ടല്ലോ, കീട്ടിലും കളിയായിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഒരാളെ അവിടെ നിന്ന് എടുത്ത് മാറ്റുന്നല്ല, ഇയാളെ എങ്ങനെ രക്ഷിക്കാമെന്നാണ് പറഞ്ഞത്. കാരണം പഴയ കാമുകിയും കാര്യങ്ങളൊക്കെ പൊക്കോട്ടെ, ഈ കാമുകി വന്നേക്കുന്ന മുമ്പ് തന്നെ നമ്മൾ കാണുകയുള്ളൂ ഇവർ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഒരാളെ തള്ളി പറയല്ല, മോര് കൊണ്ട് കൊടുക്കുക, ഇഞ്ചിയും അതൊക്കെ ആ ഒരു സൈഡിലേക്ക് മാറ്റി കിടക്കുക, നിന്നെ ഉപദേശിക്കുക. എടാ നീ ഇപ്പം ചോദിക്കണ്ട, അതൊക്കെ വലിയ കൊട്ടേഷൻ ടീമായിരിക്കുള്ളൂ, നീ വീട്ടിൽ പോ, അല്ലെങ്കിൽ നാളെ വാ എന്നൊക്കെ പറഞ്ഞ് ഇതിന് ഒരു ലൈവ് കളി ഉണ്ടായിരുന്നു റജുവിൻ്റെ. അത് ഉഗ്രൻ സാധനമായിരുന്നു. അവസാനം വരെ നല്ല രസമുണ്ടായിരുന്നു. ഷൈജുവിൻ്റെ കളി നല്ല രസമുണ്ടായിരുന്നു. കാരണം നമ്മൾ ഒരുപാട് നെൽസൺ ഉൾപ്പെടെ ഒരുപാട്, ഞാനും കുടിയനും കളിച്ചിട്ടുണ്ട് ഇഷ്ടമാരെ. ഈ സ്റ്റേജിൻ്റെ പുറകെ നിന്നും ബാക്കിൽ നിന്ന് ഫ്രണ്ടിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഒരുപാട് എന്താണ് കെട്ടുകളില്ല. അതായത് ഒരു പാവം നല്ല കുടിയൻ. പ്രൊഡ്യൂസർ ഇല്ലാത്ത വേദന എന്തിനാണ് പ്രൊഡക്ഷൻ കൺട്രോൾ? നല്ല സാധനമായിരുന്നു അതൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് മാളു വന്നു കഴിഞ്ഞിട്ട് ചിരിക്കാനല്ലായിരുന്നു സമയം. ശരിക്കും പറഞ്ഞാൽ എനിക്കത് ഹാർട്ട് ടച്ചിങ് എന്ന് പറയാനുള്ള കാര്യം, നമ്മളിപ്പം നേരത്തെ പറഞ്ഞില്ലേ, മീനാക്ഷി പറഞ്ഞില്ലേ, നമ്മളെല്ലാവരും പിണങ്ങുന്ന ആളുകളാണെന്ന് പറഞ്ഞില്ലേ. വൈഫ് കുടിച്ചു കഴിഞ്ഞാൽ ആ പിണങ്ങണത് ഒരു സ്നേഹമാണത്, അതറിയാൻ പാടില്ല. നന്നാവാൻ വേണ്ടിയുള്ളതാണ്. എല്ലാ പിണങ്ങുന്ന പെണ്ണുങ്ങളും ഭർത്താവ് നശിച്ചു പോട്ടെ എന്ന് പറയാനല്ല, അതുണ്ട്. പക്ഷേ ഇതുപോലത്തെ കുറേ ആൾക്കാരുണ്ട്. എന്ത് രസമായിട്ടാണ് ചെയ്ത് പോകാൻ. ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. അരിയത്തൊക്കെ ചെന്നിരിക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. ചിലയിടത്ത് അരിയത്തൊക്കെ ചെന്നിരിക്കുന്നു, വിളിക്കുന്നു, മക്കളൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന ആളുകളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ തലവണയൊക്കെ വെച്ച് പുതപ്പിച്ച് കിടത്തിയിട്ട് അതിൻ്റെ മടിയിൽ ഇങ്ങനെ തല വെച്ചിട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടത്. സോങ് സെലക്ഷൻ അത് ഗംഭീരമായി. പിന്നെ ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. മാളുവിനൊരു സംശയം ഉണ്ടായിരുന്നു, വിഷം തന്നെ ആണോ എന്നുള്ളത്. ഞങ്ങൾക്കുണ്ടായിരുന്നു അത്. കാരണം ഇയാൾ ഇത്ര നിഷ്കളങ്കനായിട്ട് വന്ന് നിൽക്കുമ്പോൾ
മോരിനൊരു ചേഞ്ച് ഉണ്ടായിരുന്നു, റോസ് കളർ പോലെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വന്നിട്ടാ. ചിലപ്പോൾ ഇയാൾ ചിലപ്പോൾ ഒരു സൈക്കോ ഒക്കെ ആയിരിക്കും ഈ പെണ്ണിനെ തട്ടിയെടുക്കാൻ വേണ്ടി. പക്ഷെ അതൊന്നും നടന്നില്ല. പുള്ളിയുടെ അതേ ക്യാരക്ടറിനെ പിടിച്ച് നല്ല ഗ്രാൻഡായിട്ട് അവസാനിപ്പിച്ച് അടിപൊളി സ്കിറ്റ്. ഓക്കെ, സൂപ്പർ, ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് ഞങ്ങൾ ശശാങ്കനാണ് കൊടുക്കേണ്ടത്. കാര്യം ഇന്നലെ രാത്രി ഞങ്ങൾ ആകെ ഇതായിട്ടാണല്ലോ പോയത്. ശശാങ്കനാണ് ഇത് മൊത്തത്തിൽ ഒന്ന് സെറ്റ് ചെയ്ത് തന്നത്. എന്തോരം ക്രെഡിറ്റ് ആണ് ശശാങ്കിന്. വീണ്ടും ശശാങ്കൻ ചേട്ടന് കൈ. ക്രെഡിറ്റിന്റെ ആളാണ് ഒരു ശശാങ്കൻ. സ്കെഡ്യൂളിൽ ഏറ്റവും കൂടുതൽ കാശ് കൊടുക്കേണ്ട ശശാങ്കനാണ്. അല്ല, ഈ ക്രെഡിറ്റ് ആപ്പയിലേക്കായിട്ട് കൊണ്ടുവരുന്നത്. ഈ പ്രാവശ്യം തൊട്ട് മറ്റേ തമിഴിലോറി വിളിച്ചാക്ക ശശാങ്കൻ. ഇതിന്റെ ബാക്കിൽ ലോറി കിടപ്പുണ്ട് ശശാങ്കന് പൈസ കൊണ്ട്. കൊള്ളാം. അപ്പൊ ഈ ഒരു ഉഗ്രൻ സ്കിറ്റിന് എത്രയായിരിക്കും മാർക്ക് കിട്ടുക എന്ന് നമുക്കറിയാം. ബിജുകുട്ടൻ ചേട്ടാ? ഞാനൊരു 15,000 കൊടുക്കാം. 15,000. അജേട്ടാ? ഒരു 16. 16. അപ്പൊ 31,000 രൂപയായിട്ടുണ്ട് ഇപ്പോ. ഇനി നമുക്കറിയാം അസീസിക്ക എത്രയിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന്. ഇക്ക പ്ലീസ് റിവീൽ. കുറച്ച് കൂടിയോ? തിരിച്ചെടുക്കാല്ലേ? കൊടുത്തോ? പിടിച്ചോ, പിടിച്ചോ. 65,000 രൂപയാണ് സ്കിറ്റ് നേടിയിരിക്കുന്നത്. അടിപൊളി, നല്ല ഫീൽ ഗുഡ് സ്കിറ്റ് ആയിരുന്നു. അപ്പൊ നല്ല ഫീൽ ഗുഡ് മാർക്കും കിട്ടി. ഇനി കൗണ്ടർ നിറച്ച് വരുമ്പോൾ നമ്മൾ പഞ്ചടിക്കുന്നതായിരിക്കും പതിവ് പോലെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളെല്ലാരും ഒരുമിച്ച് ഒരുപാട് ചിരിച്ചു. കാര്യക്കാർ എൻജോയ് ചെയ്തില്ലേ ഇന്നത്തെ എപ്പിസോഡ്? അപ്പൊ നിങ്ങളും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ചിരിയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ വരാം. Till then, this is me Meenakshi Sudhir signing off from Flowers Comedy. ഇത് ഐറ്റം വേറെ. Good night.